ഈ ഫോണിൻ്റെ എല്ലാ വേരിയൻറ്റിലും 2GB എക്സ്റ്റൻഡഡ് റാം എന്നുള്ളൊരു ഫീച്ചർ റെഡ്മി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രോസസ്സറിൽ വരുന്ന ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണാണ്. സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ച് റെഡ്മി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ബാറ്ററി ഹെവി ആയതുകൊണ്ട് ഫോൺ ഹെവി ആണെന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും. ഇല്ല, ഫോൺ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഈ സെൻസർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുള്ള TV, AC, ഫാൻ പോലുള്ള റിമോട്ട്സ് നമുക്ക് ഫോണിൽ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 50 മെഗാ പിക്സലിൻ്റെ ഒരു പുതിയ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് ഈ ഫോൺ വർത്താണോ ചോദിക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. ഹായ്, ഞാൻ അദീബ്. റെഡ്മി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് Redmi 10 Prime എന്നുള്ളൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് Redmi 10 Prime വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ ഫോണിൻ്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. ബോക്സിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ Redmi 10 Prime എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ റെഡ്മി എന്ന ബ്രാൻഡിന് കിട്ടിയിട്ടുള്ള അവാർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ വേരിയൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. MRP കൊടുത്തിട്ടുണ്ട്. 16,999 രൂപയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP. പിന്നെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ IMEയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 6GB 128GB ഫാൻറ്റം ബ്ലാക്ക് വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിം ഇജക്ടർ ടൂള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് വാറണ്ടി കാർഡ്, ഫോൺ കേസ്, ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഇത്രയുമാണ് ബോക്സിൻ്റെ അകത്തായിട്ട് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിൻറ്റും സ്മഡ്ജസും പതിയുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റെഡ്മിയുടെ ബ്രാൻഡിങ് താഴെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഫാൻറ്റം ബ്ലാക്ക് വേരിയൻറ്റും, പിന്നെ ഒരു വൈറ്റ് വേരിയൻറ്റും, പിന്നെ ബി ഫ്രോസ്റ്റ് ബ്ലൂ എന്നുള്ള ഒരു കളർ വേരിയൻറ്റുമാണ് വരുന്നത്. ബി ഫ്രോസ്റ്റ് അല്ല, ബി ഫ്രോസ്റ്റ് ബ്ലൂ എന്നുള്ള കളർ വേരിയൻറ്റിലുമാണ് ഈ ഫോൺ വരുന്നത്. 192 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവറോൾ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണാണ് റെഡ്മി ഫോണിന് നൽകിയിട്ടുള്ളത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഗ്രില്ല്, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇയർ പീസ് തന്നെയാണ് ഈ ഫോണിൻ്റെ സ്റ്റീരിയോ സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 400 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ 120 Hz അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റും 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കോർണിംഗ് ഗൊറില്ല 3 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ Helio G88 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോസസ്സറിൽ വരുന്ന ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണാണ് Redmi 10 Prime എന്നുള്ള ഫോണ്. ഈ ഒരു പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ MediaTekന്റെ Helio G85 ഇല്ലേ, അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. Mali G52 ആണ് ഇതിൽ വരുന്ന GPU. പിന്നെ LPDDR4X റാം ടൈപ്പ് ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ എല്ലാ വേരിയൻറ്റിലും 2GB എക്സ്റ്റൻഡഡ് റാം എന്നുള്ളൊരു ഫീച്ചർ റെഡ്മി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജിൽ നിന്ന് 2GB സ്റ്റോറേജ് സ്പേസ് റാം ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ 4GB വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2GB എക്സ്റ്റൻഡ് റാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6GB റാം ലഭിക്കുന്നുണ്ട്. 6GB റാം വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ 2GB നമുക്ക് എക്സ്ട്രാ എക്സ്റ്റൻഡ് റാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8GB റാം കിട്ടുമെന്നാണ് റെഡ്മി അവകാശപ്പെടുന്നത്. ഈ 2GB എക്സ്റ്റൻഡ് റാം എന്നുള്ളത് ആളുകളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു എക്സ്റ്റൻഡ് റാം കൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അത്ര പീക്കിലോട്ടൊന്നും പോകില്ല. പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ച് റെഡ്മി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. UFS സ്റ്റോറേജ് ടൈപ്പ് ആയിരുന്നെങ്കിൽ റെഡ്മി തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ മെൻഷൻ ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഫോണിൽ eMMC സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നതെന്നാണ്. അത് ഇവിടെ ഒരു ഡൗൺഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 6000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ഹെവി ആയതുകൊണ്ട് ഫോൺ ഹെവി ആണെന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും. ഇല്ല, ഫോൺ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ കിട്ടുന്ന ചാർജറിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 22.5 വാട്ടിൻ്റെ ചാർജറാണ് റെഡ്മി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 9 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിച്ച് വേറൊരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങേണ്ടി വരും. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നത്. MIUI 12.5
6.5 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. പിന്നെ ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ, ആക്സിലറോമീറ്റർ, ഇലക്ട്രോണിക് കോമ്പസ്, IR ബ്ലാസ്റ്റർ. ഷവോമി മാത്രമാണ് അവരുടെ ഫോൺസിൽ കണ്ടിന്യൂസ് ആയിട്ട് IR ബ്ലാസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ IR ബ്ലാസ്റ്റർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെൻസറാണ്. ഈ സെൻസർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുള്ള TV, AC, ഫാൻ പോലുള്ള റിമോട്ട്സ് നമുക്ക് ഫോണിൽ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ IR ബ്ലാസ്റ്റർ ഉള്ള ഫോൺ ഉണ്ടായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറനെ കുറിച്ച് നോക്കാം. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസാണ് വരുന്നത്. f1.8 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. f2.2 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസാണ് വരുന്നത്. പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ റെഡ്മി 48 മെഗാ പിക്സൽ സെൻസർ ഒഴിവാക്കിയിട്ട് 50 മെഗാ പിക്സലിൻ്റെ ഒരു പുതിയ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇമേജ് ക്വാളിറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമാണുള്ളത്. നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. 48 മെഗാ പിക്സൽ ഒഴിവാക്കിയിട്ട് 50 മെഗാ പിക്സലിൻ്റെ പുതിയ സെൻസറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇമേജ് ക്വാളിറ്റി അപാരമായിരിക്കും എന്നുള്ള ചിന്താഗതി നിങ്ങൾ മാറ്റി വെക്കുക. ഈ ഫോൺ ഡീഫാൾട്ടായിട്ട് 12 മെഗാ പിക്സലിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. 50 മെഗാ പിക്സലിൽ നമ്മൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മോഡിൽ പോയിട്ട് നമ്മൾ 50 മെഗാ പിക്സൽ എന്നുള്ള മോഡിലോട്ട് സ്വിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് 50 മെഗാ പിക്സലിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ ഫോണിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 1080p 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 120 FPS സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് 720p റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ക്വാളിറ്റി അത്യാവശ്യം തിരക്കേടില്ലാണ്ട് വരുന്നുണ്ട്. നോർമലായിട്ട് എടുക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഇമേജ് ക്വാളിറ്റി ആവറേജ് മാത്രമാണ്. സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് ആവറേജ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫൈനലായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 4GB 64GB വേരിയൻറ്റിന് 12,499 രൂപയും 6GB 128GB വേരിയൻറ്റിന് 14,999 രൂപയുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ഈ ഫോൺ വർത്താണോ ചോദിക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. എത്ര കൂടുതലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1000 to 1500. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് ഒരു 11,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഈ റെഡ്മി 10 പ്രൈം എന്നുള്ള ഒരു ഫോണ്. ഇപ്പോൾ ഷവോമി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഫോൺ വളരെ കുറഞ്ഞ പ്രൈസിൽ ലോഞ്ച് ചെയ്യും. ആ ലോഞ്ച് ചെയ്ത പ്രൈസിൽ നിന്ന് 500 രൂപ കൂട്ടും, പിന്നെ ഒരു 1000 രൂപ കൂട്ടും. ചില മോഡൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ 1500 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മിയുടെ നോട്ട് 10 സീരീസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി, പ്രൈസൊക്കെ നല്ലപോലെ കൂട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 10 സീരീസിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും. കാരണം അതിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റെഡ്മി 10 പ്രൈമിനേക്കാളും ബെറ്റർ ഓപ്ഷൻ റെഡ്മി നോട്ട് 10 സീരീസിലുള്ള ഫോൺസ് തന്നെയാണ്. നിങ്ങൾ ഈ ഫോൺ എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രൈസില്ലേ, ആ പ്രൈസിൽ നിന്ന് പ്രൈസ് കൂടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. കാരണം ആൾറെഡി ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റെഡ്മി അവരുടെ യൂഷ്വൽ ആയിട്ടുള്ള പ്രൈസ് ഹൈക്ക് ഈ ഫോണിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എടുക്കുന്നതും എടുക്കാത്തതും നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.